ഓഗസ്റ്റ് കഴിഞ്ഞ 7-ാം തീയതി കഴിഞ്ഞ ഉടനെ തന്നെ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 27 RDOമാരും സബ് കളക്ടർമാരുമായ ആളുകൾ ചെയ്തിരുന്ന ചുമതലകൾ കേരളത്തിലെ വിവിധ താലൂക്കുകളിലായി ഇന്നു മുതൽ 71 ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ചുമതലകളിലേക്ക് കൈമാറുക എന്ന വികേന്ദ്രീകരണത്തിൽ ഒരു പുതിയ മാതൃക നിയമത്തിലൂടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. കേവലം 71 ഉദ്യോഗസ്ഥന്മാരിലേക്ക് കൈമാറുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയുള്ള വിവിധമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലും ഈ ആവശ്യത്തിനായി 68 JSമാരെയും 181 ക്ലർക്കുമാരെയും നിയമിച്ചുകൊണ്ട് കേരളത്തിൽ അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ കൂടി നിലവിലുള്ള PSC ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ കഴിഞ്ഞുകൊണ്ട് സ്ഥിര ജീവനക്കാരെ ഇക്കാര്യത്തിൽ കൊടുക്കുക എന്ന നിലപാടിലേക്ക് കടന്നു. 123 സർവേയർമാരെ അത്യാവശ്യമായ കാര്യങ്ങളിലേക്കായി നിയമിക്കാൻ നിശ്ചയിച്ചു. 220 വാഹനങ്ങൾ, ഇതിനു വേണ്ടി 3 വില്ലേജുകൾക്ക് ഒരു വാഹനം എന്ന നിലയിൽ വാടകയ്ക്ക് എടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ 2,47,000 പിന്നെ ഓരോ ദിവസവും വന്നു ചേരുന്നതുമായ അപേക്ഷകളിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസക്കാലത്തിനുള്ളിലെങ്കിലും സ്റ്റേബിളായ ഒരു നിലപാടിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റവന്യൂ വകുപ്പിനുള്ളത്. അതിന്റെ സംസ്ഥാന നിലവാരത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞത്.